നമസ്കാരം. കോടികൾ കൊള്ളയടിച്ചത് ബി ജെ പി നേതാക്കൾ തന്നെ. കേരളം പിടിക്കാൻ കോടികൾ ഒഴുക്കി ബി ജെ പി. ബി ജെ പിയിൽ അഴിമതി നടത്തിയത് ആരെല്ലാം എന്ന ഈ ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞേ മതിയാകൂ. എത്രയൊക്കെ ന്യായവാദങ്ങൾ നിരത്തിയാലും ഇത് പാർട്ടിയുടെ കാര്യം മാത്രമാണ്, ജനങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരന് തടിതപ്പാണെങ്കിലും പക്ഷെ പോരാ, പാർട്ടിയോട് മറുപടി പറഞ്ഞേ മതിയാകൂ. പണം വാരി എറിഞ്ഞിട്ടും തിരഞ്ഞെടുപ്പിൽ വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതാണ് അതിന് കാരണം. ഈ നേതാക്കളുടെ ഈ കോടികളുടെ ഫണ്ട് വെട്ടിപ്പാണ് എന്ന് കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുകയാണ്. സംസ്ഥാന ബി ജെ പിയിലെ പ്രമുഖ നേതാക്കൾ അവർ തന്നെ പ്രതിക്കൂട്ടിലായിട്ടുള്ള ഈ ഫണ്ട് വിവാദം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുമെന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കേരള ബി ജെ പിയിൽ അരങ്ങേറിയത് സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രചാരണത്തിനായിട്ട് എത്തിയ ഹെലികോപ്റ്ററുകളുടെ മണിക്കൂറുകളിലും വാടകയ്ക്കെടുത്ത കാറുകളുടെ ട്രിപ്പ് ഷീറ്റുകളിലും വരെ കൃത്രിമം കാണിച്ച് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ കോടികൾ തട്ടിയെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തിരഞ്ഞെടുപ്പ് ഫണ്ടിലെ കൊള്ളയ്ക്ക് പുറമെ പാർട്ടി നേതാവിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്ക് പാർട്ടിക്ക് ലഭിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ടിൽ നിന്നും ഹെലികോപ്റ്റർ വാഹന വാടക ഇനങ്ങളിലൊക്കെയാണ് ഏറ്റവും വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നത് പോലും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് 3 ഹെലികോപ്റ്ററുകൾ 136 മണിക്കൂർ പറക്കാനാണ് കരാർ നൽകിയിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആകെ ഉപയോഗിച്ചത് വെറും 42 മണിക്കൂർ മാത്രമാണ്. ബാക്കി വരും മണിക്കൂറുകൾ വ്യാജമായി കണക്കിൽ കാണിച്ച് ഇതിന്റെ മറവിൽ ലക്ഷങ്ങളാണ് ചില നേതാക്കൾ പോക്കറ്റിലാക്കിയത്. ഇതിനു പുറമെയാണ് തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് വാടകയ്ക്കെടുത്ത 200 കാറുകളുടെ അതിന്റെ പേരിലുള്ള തട്ടിപ്പ് എന്ന് പറയപ്പെടുന്നത്. ഇതിൽ പകുതി കാറുകൾ പോലും ഒരു ദിവസവും പ്രചരണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ വണ്ടികളെല്ലാം ഓടി എന്ന് വരുത്തി തീർക്കാൻ ട്രിപ്പ് ഷീറ്റുകളിൽ വ്യാപകമായിട്ട് തിരിമറി നടത്തുകയായിരുന്നു. ഈ ഒരൊറ്റ വാഹന വാടക തിരിമറിയിലൂടെ മാത്രം 1 കോടിയോളം രൂപയാണ് ബി ജെ പിയിലെ ചില ഉന്നതർ തട്ടിയെടുത്തത്. ഈ വിവരങ്ങളൊക്കെ ഇന്ന് മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റിയതിനു പുറമെ ബി ജെ പി നേതാവ് എം എസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ ബാങ്കിനെ പറ്റിച്ച് മറ്റൊരു സംസ്ഥാന സെക്രട്ടറിയും കോടികളുടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നുള്ള വിവരം പുറത്തു വരുന്നു. അപ്പോൾ ഈ സഹകരണ സംഘത്തിൽ അതിൽ നിന്നും ലക്ഷങ്ങൾ വായ്പയായിട്ട് കൈപ്പറ്റിയ ഈ സെക്രട്ടറി പാർട്ടി സ്വാധീനം ഉപയോഗിച്ചത് തിരിച്ചടയ്ക്കാതെ മുക്കുകയായിരുന്നു. അതങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ എം എസ് കുമാറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്ത മുമ്പ് നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അത് ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ ഒരു ക്രമക്കേടായിരുന്നു. അപ്പൊ സഹകരണ ബാങ്കിലെ ഈ ക്രമക്കേടും തിരഞ്ഞെടുപ്പ് ഫണ്ടിലെ തട്ടിപ്പും ഒരുമിച്ച് പുറത്തു വന്നതോടെ പാർട്ടി അണികൾ കടുത്ത അമർഷത്തിലാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് 1 കോടി കൊടികൾ നിർമ്മിക്കുവാനായിട്ടുള്ള 3.5 കോടി രൂപയുടെ കരാറിലും വൻ വെട്ടിപ്പാണ് നടന്നത്. കേന്ദ്ര നേതൃത്വം നൽകിയ ഔദ്യോഗിക കൊടികൾ വരാൻ വൈകിയ സാഹചര്യം മുതലെടുത്ത് പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഒരു തട്ടിക്കൂട്ട് സ്വകാര്യ കമ്പനി രൂപീകരിച്ച് കരാർ സ്വന്തമാക്കുകയായിരുന്നു. ഈ ഇടപാടിലൂടെ ബി ജെ പിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച നേതാവും ചേർന്ന് 54 ലക്ഷം രൂപയാണ് കമ്മീഷനായിട്ട് കൈപ്പറ്റിയത്. പിന്നീട് കേന്ദ്രം അയച്ച ലക്ഷക്കണക്കിന് കൊടികൾ നിലവിൽ പാർട്ടി ഓഫീസുകളിൽ കെട്ടിക്കിടന്ന് നശിക്കുകയാണ്. അപ്പോ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്കായിട്ട് കോടികൾ ചിലവാക്കിയതിലും വലിയ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാനത്തെ ഗ്രൂപ്പ് പോർ അവസാനിപ്പിക്കുവാനും പാർട്ടിയെ അഴിമതി രഹിതമായിട്ട് നയിക്കുവാനും കേന്ദ്രം നിയോഗിച്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന പോലെ നിരാശനാക്കുന്നതാണ് ഈ പറയുന്ന ഫണ്ട് വിവാദം എന്ന് പറയപ്പെടുന്നത്. സ്വന്തം മൂക്കിന് താഴെ നടന്ന ഈ കോടികളുടെ ഫണ്ട് വെട്ടിപ്പ് കാണാൻ കഴിയാതായി പോയത് അദ്ദേഹത്തിന്റെ കാഴ്ചക്കുറവല്ല, കഴിവുകേട് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലയളവിൽ തന്നെ ഇത്രയും വലിയ സാമ്പത്തിക കൊള്ള നടന്നത് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. വിവാദങ്ങൾ എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ പ്രതിച്ഛായ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന സംസ്ഥാന സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവരെയൊക്കെ നിലവിലെ സ്ഥാനങ്ങളിൽ നിന്ന് അടിയന്തരമായിട്ട് മാറ്റി നിർത്തുവാൻ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത സംസ്ഥാന സെക്രട്ടറിക്കും വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ ഭാരവാഹിത്വം പൂർണ്ണമായിട്ടും നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അഴിമതി നടത്തിയ നേതാക്കൾ ആരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പാർട്ടി ട്രഷറർ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി കഴിഞ്ഞു. ഫണ്ട് വെട്ടിപ്പിൽ പങ്കുള്ളവരെ പാർട്ടിയുടെ എല്ലാ പ്രധാന ചുമതലകളിൽ നിന്നും ഒഴിവാക്കുന്ന വിവരം രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗങ്ങളെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ തട്ടിപ്പ് നടത്തിയ നേതാക്കളെ പൂർണ്ണമായിട്ടും പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നാണ് അണികളുടെ ആവശ്യം. പക്ഷെ അച്ചടക്ക നടപടികൾ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് എന്നും അത് പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്ന ഒന്നുമല്ല എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരസ്യമായി പറയുന്നതെങ്കിലും പാർട്ടിക്കുള്ളിൽ കനൽ പുകയുകയാണ്. പണം വാരി എറിഞ്ഞിട്ടും തിരഞ്ഞെടുപ്പിൽ വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതിന് കാരണം
നേതാക്കളുടെ ഈ കോടികളുടെ ഫണ്ട് വെട്ടിപ്പാണെന്ന് കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നു. കേരളം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ കുത്തി ഒഴുക്കിയത്. കേരളത്തിൽ BJP ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാട്ടിലും കൂടുതൽ പണം ചെലവഴിച്ചാണ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. അങ്ങനെ ഫണ്ട് വെട്ടിപ്പ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് കേന്ദ്ര നേതൃത്വം വിലയിരുത്തപ്പെടുകൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന BJPയിലെ പ്രമുഖരായുള്ള നേതാക്കൾ തന്നെ പ്രതിക്കൂട്ടിലായിട്ടുള്ള ഈ ഫണ്ട് വിവാദം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായിട്ട് മാറും. കുറ്റക്കാരായ നേതാക്കളെ സംരക്ഷിക്കുവാൻ സംസ്ഥാനത്ത് ചില പ്രമുഖ ഗ്രൂപ്പ് മാനേജർമാർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിലപാടുള്ളതിനാൽ ഇത്തവണ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല. വരും ദിവസങ്ങളിൽ കേരള BJPയിൽ വലിയ അഴിച്ചുപണിക്കാണ് ഈ അഴിമതി കഥകൾ വഴിയൊരുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കോടികൾ കൊള്ളയടിക്കുന്നത് BJP നേതാക്കളായതുകൊണ്ടും കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം നൽകിയ കോടികൾ മുക്കിക്കളയുന്ന BJPയാണ് ഇവിടെ കാണേണ്ടി വരുന്നത് എന്നുള്ളത് നേതാക്കൾക്ക് ചിലപ്പോൾ പ്രശ്നമുണ്ടാകില്ല, പക്ഷേ അത് അണികൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ തന്നെയാണ് BJP എന്നുള്ളതാണ്. BJPക്ക് കൊമ്പും കുഴലുമൊന്നുമില്ല എന്ന് തെളിയിക്കുന്നു. BJPയുടെ മുതിർന്ന നേതാക്കൾ തന്നെ കോടികൾ അടിച്ചു മാറ്റുന്നത് അവരുടെ ഒരു ശീലമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ BJPയും CPM-ഉം കോൺഗ്രസും ഒക്കെ ഈ പറയുന്ന പോലെ നേതാക്കൾ തന്നെ കള്ളന്മാരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ BJPയിൽ അഴിമതി നടത്തിയത് ആരെല്ലാം എന്നൊരു ചോദ്യം വരും ദിവസങ്ങളിൽ ഈ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകും. അപ്പോൾ ആ ദിവസങ്ങളിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മറുപടി പറയുവാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞേ മതിയാകൂ. കാരണം പണം വാരി എറിഞ്ഞിട്ടും തിരഞ്ഞെടുപ്പിൽ വിചാരിച്ചത്ര മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ BJPക്ക് കഴിയാതായി പോയതിന് കാരണം ഈ നേതാക്കളുടെ കുറവ് തന്നെയാണെന്ന് കേന്ദ്രം വിശ്വസിക്കുകയാണ്. അപ്പൊ നേതാക്കളുടെ ഇവിടെ കോടികളുടെ ഫണ്ട് വെട്ടിപ്പ് നടക്കപ്പെടുമ്പോൾ അത് കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തെയും സംസ്ഥാനത്തെ അണികളെ അടക്കം തള്ളിക്കളയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് BJPക്ക് മുന്നിൽ എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന BJPയിലെ പ്രമുഖ നേതാക്കൾ തന്നെ പ്രതിക്കൂട്ടിലായിട്ടുള്ള ഈ ഫണ്ട് വിവാദം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട.